15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിൻ്റെ 5ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ ഇന്ന് വാക്കാൽ മറുപടി നൽകിയത്. സംരംഭകത്വ പ്രോത്സാഹനം, മാരിടൈം മേഖലയിലെ വികസനം, കേന്ദ്രാവഗണന മൂലമുള്ള സാമ്പത്തിക സ്ഥിതിവിശേഷം തരണം ചെയ്യാൻ നടപടി, വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി, വ്യവസായ ഇടനാഴി തുടങ്ങി ഒട്ടനവധി വ്യാവസായിക നേട്ടങ്ങൾ കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞ കാലയളവിൽ സാധിച്ചുവെന്ന് വ്യവസായം കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി, കോട്ടയത്ത് ഒരു മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് വ്യവസായ ഇടനാഴി 2000 ഏക്കർ സ്ഥലത്തുള്ള പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ബയോടെക് ലൈഫ് സയൻസ് സിറ്റി, എയ്റോ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ, ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ക്യാമ്പസ്, സ്പോർട്സ് ഉപകരണ നിർമ്മാണം, ഇത് പുതിയ തീം ബേസ്ഡ് ആയിട്ടുള്ള പാർക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാർ, വിഴിഞ്ഞം തുറമുഖത്തോടൊപ്പം നെയ്യാറ്റിൻകരയെ വികസന കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതിക്ക് തുടക്കമായതായി തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും സഭയെ അറിയിച്ചു. ഇപ്പൊ തന്നെ നെയ്യാറ്റിൻകര താലൂക്കിൽ 406 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പ്രാഥമിക കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ഭാഗം ജില്ലാതലത്തിലുള്ള ആലോചനയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ വലിയ വികസനം വരാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നു. സപ്ലൈകോയെ ശാക്തീകരിക്കാൻ വേണ്ട ഇടപെടലുകൾ സ്വീകരിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. സാർ, സപ്ലൈകോയ്ക്ക് നൽകുന്ന തുകയിൽ വലിയ വർധനമാണ് സാർ വന്നേക്കുന്നത്. അത് വളരെ വിശദമായി അടുത്ത ദിവസം ബഡ്ജറ്റ് കണക്കുകളെല്ലാം വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സമയമെടുത്ത് പറയുന്നില്ല. വളരെ വലിയ തോതിലാണ് കൊടുക്കാനുള്ള പണത്തിന് സർക്കാർ തന്നെ ഗ്യാരണ്ടി കൊടുത്ത് പണം എടുത്തു കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ സപ്ലൈകോയെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെ ആ സമീപനം. അതിനെയും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും പണം കൊടുക്കുകയും ചെയ്യും. സാർ, ബരാമതി വിമാനാപകടത്തിൽ അന്തരിച്ചവർക്ക് കേരള നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തെ തുടർന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കമുള്ളവരുടെ നിര്യാണത്തിൽ കേരള നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹത് വ്യക്തികളോടുള്ള ആദരസൂചകമായി സഭാംഗങ്ങൾ അല്പസമയം എഴുന്നേറ്റ് നിന്നു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ഇന്ന് രാവിലെ 8:45 സംഭവിച്ച വിമാനാപകടത്തിൽ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി ശ്രീ അജിത് പവാർ ഉൾപ്പെടെ 5 പേർ മരണപ്പെട്ടതായ ദുഃഖവാർത്ത അതീവ ദുഃഖത്തോടെ സഭയെ അറിയിക്കുകയാണ്. അന്തരിച്ച മഹത് വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. വിളപ്പിശാലയിൽ രോഗി മരിച്ച സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നൽകി. ഉപക്ഷേപം ഉച്ചയ്ക്ക് 12 മണി മുതൽ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിച്ചു. നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം സംബന്ധിച്ച് ഇന്ന് ലഭിച്ച നോട്ടീസ് പ്രകാരം ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപം ചർച്ചയ്ക്കായി മാറ്റിവെക്കാവുന്നതാണ്. ഇന്നത്തെ ഉപക്ഷേപം അടക്കം 15ാമത് കേരള നിയമസഭ 18ാമത്തെ ഉപക്ഷേപമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച ആരംഭിക്കുന്നതാണ്. ഇന്ന് സഭയിൽ വന്ന 2 ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെയും അനുബന്ധ ജീവനക്കാരുടെയും വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് PS സുബാൽ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി. പ്രസ്തുത യോഗത്തിലൂടെ തൊഴിലാളികളുടെ ജീവനക്കാരുടെയും വേതനവും അനുബന്ധ ആനുകൂല്യങ്ങളും കാലാനുസൃതമായി പരിഷ്കരിച്ച് 2026 ജനുവരി മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധം പുതുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ദേശീയപാത 66 പ്രവൃത്തി പൂർത്തീകരിച്ച തലപ്പാടി ചെങ്കള റീച്ചിലെ കുമ്പളയിൽ ആരംഭിച്ച ടോൾ പിരിവ് പിൻവലിക്കേണ്ടതിന്റെയും പ്രസ്തുത റീച്ചിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച് AKM അഷ്റഫ് MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മറുപടി നൽകി. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് NH66 അത് കേരളമാണ്, അത് LDF സർക്കാരാണ് എന്നുള്ള വസ്തുത ഈ സമൂഹമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. സഭയിൽ അവതരിപ്പിച്ച 9 സബ്മിഷനുകൾക്കും അതത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച സഭയിൽ ഇന്ന് നടന്നു. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുകയാണ്.
ഉച്ചയ്ക്ക് 12 മണി മുതൽ ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിൽ ചർച്ച നടന്നു. പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥും മറ്റ് 5 പേരുമാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവമടക്കം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും ആരോഗ്യമേഖല അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രതിസന്ധിയും PC വിഷ്ണുനാഥ് MLA ചൂണ്ടിക്കാട്ടി. ആ സ്ഥിതി വിവരക്കണക്കുകൾക്കും അവാർഡുകൾക്കും അപ്പുറം എന്റെ കൈ എവിടെ പോയി അമ്മേ എന്ന ആ കുഞ്ഞിന്റെ കരച്ചിലും നിസ്സഹായ ആ വേണുവിന്റെ മക്കളുടെ കരച്ചിലും ഇതിനെല്ലാം മേളിൽ ആ ശബ്ദം ഉയർന്നു നിൽക്കും. സാർ, നടപടി സർക്കാർ എടുക്കണമെന്ന് ഞങ്ങൾ ഇനി പറയുന്നില്ല. ഈ സർക്കാരിനെതിരെ നടപടിയെടുക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ MLA-മാർ പങ്കെടുത്തു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും സാധാരണക്കാർക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അവിടെ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവന്ന് പൂർണ്ണ ആരോഗ്യവതിയാക്കി നടത്തിയാലേ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് ആ റൈറ്റ് ടു ഹെൽത്ത് അവർക്കെല്ലാം ആ ഹെൽത്ത് കെയർ കിട്ടുകയുള്ളൂ. റൈറ്റ് ടു ഹെൽത്ത് കെയർ എന്നുള്ളത് കിട്ടുള്ളൂ. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമുള്ള വികസനങ്ങളും മാറ്റങ്ങളുമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് നടക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢലക്ഷ്യമാണ് സർക്കാർ കേരളത്തിലെ പ്രതിപക്ഷത്തിനുള്ളത്. സാർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢലക്ഷ്യമായിട്ട് സാധിക്കും സാർ. അത് തന്നെയാണ് സാർ ഇതിന്റെ പിന്നിൽ. അവരുടെ കാലത്തെ പോലെ 12 ആശുപത്രികൾ മതിയോ? അവരുടെ കാലത്തെ പോലെ ഒരു ജില്ലാ ആശുപത്രിയില്ലാത്ത സാഹചര്യം ഉണ്ടാകണം. ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം സ്പീക്കർ തള്ളി. ഉപക്ഷേപം തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ PC വിഷ്ണുനാഥ്, അങ്ങയുടെ ഉപക്ഷേപം സഭ പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം സഭ തള്ളിയിരിക്കുന്നു. ഇതിന് പിന്നാലെ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച തുടർന്നു. മന്ത്രിമാരുടെ മറുപടിയോടെ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച പൂർത്തിയായി. TP രാമകൃഷ്ണൻ അവതരിപ്പിച്ച ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ അബ്സ്റ്റെയിൻ എന്ന ക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. സ്റ്റാർട്ട് പോളിംഗ്. രാമകൃഷ്ണൻ TP രാമകൃഷ്ണൻ അവതരിപ്പിച്ച ഗവർണർ പ്രസംഗത്തിന് അനുകൂലിക്കുന്നവർ 66, പ്രതികൂലിക്കുന്നവർ 26, നിഷ്പക്ഷത പാലിക്കുന്നവർ 0. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.